ഹലോ. ആ ഓക്കെ ശരി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വെരി ഹാപ്പി. എല്ലാവരുടെയും ഒരു was an effort to stay true to this story that happened in 2006. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കുറച്ച് പേര് പുറത്ത് പോയി കൊടൈക്കനാലിൽ പോയി പരിപാടി നടത്തിയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു കഥ പറയാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മഞ്ഞുമൽ ബോയ്സ് തന്നെയായിരുന്നു. അപ്പോൾ പ്ലീസ് put your hands together for the real മഞ്ഞുമൽ ബോയ്സ്. And I invite all of them to stage. Kuddada, Sixin, Subhash Chetan, Tangi, Suri Chetan, all of you, Abhi Chetan, please all of you come. Kinsex, real answer Manjal Boys ne kullittu kanamunai. പേര് സിക്സൻ. ഹലോ, ഞാൻ സിക്സൻ. ബാലുവാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കണം. പിന്നെ ഫിലിമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, സൂപ്പർ. അതായത് അജിത് ചേട്ടൻ്റെ ഒരു ഒന്നും പറയാനില്ല, പുള്ളി ചെയ്ത വർക്ക് ഞങ്ങളവിടെ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഗുണം എടുത്തേക്കണേ പുള്ളി, ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ നമ്മളെ ഡയറക്ടർ ചിതു സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞാലേ അടിപൊളി ഡയറക്ടർ ഉണ്ടാ. ഭാവിയിലെ നമ്പർ ഡയറക്ടറാ ചിതു. പിന്നെ നമ്മളെ ക്യാമറ ഷാജി ചേട്ടൻ അടിപൊളി സൂപ്പർ. പിന്നെ ആക്ടേഴ്സ് ഞാൻ എൻ്റെ ജീവിതത്തില് എനിക്ക് ഇവരെ കാണാൻ പറ്റുമെന്ന, ഇവരൊപ്പം ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന നമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. ആഗ്രഹങ്ങൾ വലുതാണ്. സൂപ്പറായിട്ട് ഇവരൊപ്പം സംസാരിക്കാനും ഇവരൊപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയൊരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട്. അടിപൊളി അടിപൊളി സൂപ്പർ. പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയിലൊക്കെ ഫസ്റ്റ് ദിവസം ഞങ്ങൾ കണ്ട് ഭയങ്കര എന്ത് പറയാനാണ്, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ആ ഒരു സുഭാഷ് എന്ന് വിളിക്കുന്ന സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാ. അത്രക്ക് മറ്റേ ഞാൻ എൻ്റെ ചങ്കോട്ട് വിളിച്ചാണ്. എന്ന് വെച്ചാല് ഞങ്ങൾ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ച് കിട്ടണില്ല, ഓരോ റെസ്പോണ്ടും ഇല്ല, ഒന്നുമില്ല. അവ അതിനിടയിൽ മഴയും പെയ്ത് എല്ലാം ചെയ്തപ്പോ സോറി. അവ ഒരു എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ തട്ടിപ്പോയി. അടിപൊളി ബടി സൂപ്പർ. പിന്നെ എന്റെ ബാലു സൂപ്പർ അടിപൊളി കേട്ടാ. പിന്നെ ഫുൾ എന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര പറയാൻ പറ്റുള്ള ഓക്കെ. എൻ്റെ പേര് സുജിത്ത്, അരുൺ കുര്യൻ്റെ ക്യാരക്ടറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വെരി കൺഗ്രാജുലേഷൻസ് ആൻഡ് താങ്ക്സ് ടു ദി എൻ്റയർ ടീം. സൗബിക, സിദ്ധു, ഗണപതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൗബിക ഈ ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പടം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല. കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിലായാലും ഇതിലേക്കുള്ള എഫേർട്ട് ആവശ്യമുള്ള കാര്യം. അപ്പോൾ ദി എൻ്റയർ ടീമിന് വെരി കൺഗ്രാജുലേഷൻസ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഗണപതിയുടെ കാര്യം എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈ പടം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സിനിമയായിട്ടല്ല തോന്നിയത്, റിയൽ ക്യാരക്ടേഴ്സാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഈ തമിഴിൽ നിന്നുള്ള ആക്ടീവ് സ്റ്റൈലും അവരെല്ലാവരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാർ തന്നെയാണോ ഇത് അത് എന്താ പറയുക, ഗണപതിക്കൊരു വെരി കൺഗ്രാജുലേഷൻസ്. ബാക്കി എൻ്റെ ടീം അജയൻ ചേട്ടൻ്റെ സെറ്റ് വർക്ക് അത് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കനാലിൽ പോയിട്ടുണ്ടായി, അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി. സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇമോഷനാണ് ഞങ്ങൾക്ക് സെറ്റിലേക്ക് ചെന്നപ്പോൾ ആദ്യം തന്നെ കിട്ടിയത്. അപ്പോൾ അത് അജയൻ ചേട്ടൻ. പിന്നെ സുശീൽ സാറിൻ്റെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, സൗണ്ട് മ്യൂസിക് എൻ്റെ ടീം. താങ്ക് യു. അതെ, കാര്യം പറയണ്ടേ, അതെന്നുവെച്ചാൽ നമ്മൾ ഈ സിനിമയിലോട്ട്
നമ്മുടെ ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ. ഷോൺ ഇല്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ചാല് അത് പറയണം. എന്ന് വെച്ചാൽ ഈ സിനിമയോട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ്. ഷോൺ ബേബിയുടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് റോണിഷ്. അത് പറയണം. അവൻ കാരണമാണ് കേട്ടോ ഈ ചീത്തും സിനിമ എല്ലാത്തിനും. അവനൊരു ക്ലാപ്പ് കൊടുക്കണം. നമ്മൾ പയ്യനാണ് റോണിഷ്. നമ്മന്റെ എന്താ പറയാ. പിന്നെ സുശീൽ ശ്യാമിന്റെ സംഗീതം സൂപ്പർ. ആദ്യം മുതലേ ഞാൻ കൊടൈക്കനാൽ പോയിട്ടുണ്ടാണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോയതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഒന്ന് കാണുന്നത്. സുശീലി സൂപ്പർ മുറ്റ്. ഹലോ, ഇതാണ് റിയൽ ഹീറോ കുട്ടൻ. എന്നെ കൂട്ടുകാരെല്ലാം വിളിക്കുന്നത് കുട്ടൻ എന്നാണ്. ഇപ്പൊ വീണ്ടും എല്ലാവരും കൂട്ടുകാർ മാത്രമല്ല പൊതുവെ എല്ലാവരും എന്നെ കുട്ടൻ എന്നാണ് വിളിക്കാൻ തുടങ്ങിയത്. എന്റെ സിജുവോട് എന്നുള്ള പേര് ഇപ്പൊ എല്ലാവരും മറന്നു പോയിരിക്കുകയാണ്. പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ്. അതുകൊണ്ട് ഇത് പടം ഞങ്ങൾ പടമായിട്ടല്ല ഞങ്ങൾ ഇത് കണ്ടത്, ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെ കണ്ടത്. അതായത് ജീവിതം ക്രിയേറ്റ് ചെയ്തതിന് ഞങ്ങളുടെ ഡയറക്ടർ ചിതുവിന് ഒരുപാട് അഭിനന്ദനങ്ങൾ പറയാണ്ട്. അത് പറഞ്ഞാൽ തീരൂല. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ആർട്ട് ഡയറക്ടർ അജയറിനെ. കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോഴും ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോഴും ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ച് അവിടെ ചെന്ന് നിന്നപ്പോലെ ശരിക്കും മരവിച്ച് നിന്നുപോലെ ഇപ്പൊ ഞങ്ങളവിടെ. കാരണം ശരിക്കും ആ കൊടക്കനാൽ ഗുണാക്കവിൽ എത്തിപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ഈ പടം കണ്ടപ്പോ കരയെന്ന് വിചാരിച്ചിട്ടില്ലേ, കരഞ്ഞു പോയി അറിയാണ്ട്. ജീവിതത്തിൽ സംഭവിച്ച കഥകൾ ഓർത്തപ്പോക്കും ഒരുപാട് ട്രാജഡിയിലാണ് ഞങ്ങൾ അന്ന് കരയേറി വന്നത്. അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതില് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക്സ്. അവിടെ സുഭാഷ് പറഞ്ഞ സർവേ ആദ്യമായിട്ട് നന്ദി പറയുന്നത് ചിതു, ഗണപതി, ഷോൺ ബേബി, പിന്നെ റോണിഷ്. എല്ലാവരും പറയണ്ട, എല്ലാവരുടെ പേര് എനിക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്, കാരണം പറയുന്നില്ല. ഈ സിനിമ എടുക്കാനെന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമല്ല, ഇവർ 4ാമത് വരുന്ന ആൾക്കാരാണ്. ഈ സിനിമ ഇതിനു മുമ്പ് ആൾക്കാർ എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗുണാക്കേവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, കുറച്ച് കാശ് മുടക്കണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇതിനു മുന്നേ വന്ന ആൾക്കാരൊന്നും സിനിമയാക്കാതെ പോയത്. അപ്പോൾ ഇത് ഇവര് സബീക, ഷോൺ ബേബി ഇവരൊക്കെ കൂടി കുറച്ച് കാശൊക്കെ മുടക്കിയിട്ട് ഇത് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിൻ്റെയും സുഹൃത്തുക്കളെ എന്താണെന്ന് മനസ്സിലാവും. ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവര് ജീവനോടെ ഇവിടെ കൊണ്ടുവന്നു. കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം, അതിപ്പോൾ ക്യാമറയ്ക്ക് ഞാനത്